നമുക്ക് LPG ഗ്യാസ് എങ്ങനെയാണ് കിട്ടുന്നത് എന്ന് നോക്കിയാലോ. ഇത് പാർട്ട് 1 വീഡിയോ ആണ്. ഫുൾ ഇൻഫർമേഷന് വേണ്ടിയിട്ട് പാർട്ട് 2 വീഡിയോയും കാണാൻ മറക്കരുത് കേട്ടോ. നമ്മുടെ ഭൂമിക്കടിയിൽ ചില സ്ഥലങ്ങളിൽ ക്രൂഡ് ഓയിൽ ഉണ്ടാവും. യൂഷ്വലി അത് ക്രൂഡ് ഓയിലും നാച്ചുറൽ ഗ്യാസും വാട്ടർ പോലെയുള്ള ഫോമിലൊക്കെ ആയിരിക്കും നമ്മുടെ ഭൂമിക്കടിയിൽ ഉണ്ടാകുക. ഫസ്റ്റ് കമ്പനീസ് സീസ്മിക്, സൗണ്ട് വേവ്, ജിയോളജിക് സ്റ്റഡി ഇതൊക്കെ നടത്തിയിട്ട് അണ്ടർഗ്രൗണ്ടിൽ ഓയിൽ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കും. അവർ ഓയിലുള്ള സ്ഥലം കണ്ടുപിടിക്കുകയാണെങ്കിൽ ഭൂമിക്കടിയിൽ ഡ്രില്ലിംഗ് നടത്തും. ഈ ഡ്രില്ലിങ്ങിന്റെ പ്രഷർ കാരണം കൊണ്ട് തന്നെ ഈ ക്രൂഡ് ഓയിൽ അല്ലെങ്കിൽ നാച്ചുറൽ ഗ്യാസ് സംഭവങ്ങളൊക്കെ ഭൂമിയുടെ പുറത്തേക്ക് വരും. ഭൂമിയുടെ പുറത്തേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഇത് വലിയ വലിയ പമ്പുകൾ ഉപയോഗിച്ച് കളക്ട് ചെയ്യും. ഈ ക്രൂഡ് ഓയിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കില്ല എന്നറിയാം. ഈ ക്രൂഡ് ഓയിലിനെ അവർ പൈപ്പുകൾ വഴിയായിട്ടോ അല്ലെങ്കിൽ വലിയ വലിയ ടാങ്കർ വഴിയായിട്ടോ വലിയ വലിയ ഷിപ്പുകൾ വഴിയായിട്ടോ ഓയിൽ റിഫൈനറീസിലേക്ക് അയക്കും. റിഫൈനറീസിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അവരുടെ ഫസ്റ്റത്തെ പ്രോസസ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഈ ക്രൂഡ് ഓയിലിനെ 350 to 400 ഡിഗ്രി സെൽഷ്യസിൽ അങ്ങോട്ട് ചൂടാക്കും. അപ്പൊ എന്താ സംഭവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്രൂഡ് ഓയിൽ ഒരു ഗ്യാസ് ആയിട്ട് മാറും. ഈ ഗ്യാസിനെ അവർ വലിയ ഒരു സിലിണ്ടർ ലെവൽ ടവറിലേക്കാണ് കടത്തിവിടുക. ഈ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. ഈ ടവറിൽ ടെമ്പറേച്ചർ ഡിഫറെന്റ് ആയിട്ടുള്ള ടെമ്പറേച്ചർ ആയിരിക്കും. മുകളിൽ ഒടുത്ത കൂളായിരിക്കും, താഴെയാണെങ്കിലോ ഒടുക്കത്തെ ഹീറ്റും ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ വേപ്പറായി വരുന്ന ക്രൂഡ് ഓയിൽ ഡിഫറെന്റ് ലെയേഴ്സിലായിട്ടായിരിക്കും സെപ്പറേറ്റ് ചെയ്ത് കളക്ട് ചെയ്യപ്പെടുന്നത്.